നിങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കുകയാണോ അതോ സ്വന്തം ബോധത്തെ തകർക്കുകയാണോ? അഷ്ടസിദ്ധികൾ എന്നുള്ള പരമ്പരയുടെ അവസാനം നമ്മളിത് ഡീപ്പിക്കോളജിയുമായിട്ട് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അഷ്ടസിദ്ധീസ് റിവീൽ ഹ്യൂമൻ എവല്യൂഷൻ ഫ്രം ഈഗോ ടു ഇക്കോളജിക്കൽ കോൺഷ്യസ്നെസ്. അഷ്ടസിദ്ധികളും ഡീപ്പിക്കോളജിയും എന്നുള്ള വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യനും പ്രകൃതിയും വേറിട്ടതായി അനുഭവമാകുന്നത്? അഷ്ടസിദ്ധികൾ മനുഷ്യപരിണാമത്തിന്റെ പാരിസ്ഥിതിക ഭൂപടമാകുന്നത് എങ്ങനെ? ഇന്നത്തെ മനുഷ്യരാശിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. അഷ്ടസിദ്ധി നമ്മൾ ഒരു മിസ്റ്റിസിസത്തിന്റെ ഒരു തലത്തിൽ നിന്നും അത് വ്യക്തി ജീവിതത്തിന്റെ ഒരു തലത്തിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചത്. സിദ്ധി എന്ന് പറയുന്നത് ഇങ്ങനെ അഭൗമമായ അമാനുഷികമായ ഒരു കാര്യമല്ല. അത് നമുക്കകത്ത് തന്നെ ലീനമായ ശേഷികളുടെ വെളിപ്പെടലാണ്, തുറന്നു എടുക്കലാണ് എന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. അതിലെ അഷ്ടസിദ്ധികളെല്ലാം തന്നെ ആ ഓരോന്നും എങ്ങനെയാണ് അത് വെളിപ്പെടുന്നത് എന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ അതിനെ വളരെ ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മൾ ഇന്നലെ വൈകിട്ട് ഫ്രൈഡേ വിസിറ്റത്തിൽ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അവതരണവും നടത്തി. അപ്പൊ ഇതിനെ ഡീപ്പിക്കോളജി എന്നുള്ള നമ്മുടെ ഒളിമ്പസിന്റെ ഡീപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് ബോധ്യപ്പെടേണ്ടത് എന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്യേണ്ടതുണ്ടല്ലോ. തുടക്കത്തിൽ നമ്മളത് പറഞ്ഞിരുന്നു, ഡീപ്പിക്കോളജിയുമായിട്ട് ഇതെങ്ങനെ കണക്ട് ചെയ്യും. നമ്മൾ മനസ്സിലാക്കി മനുഷ്യന്റെ ബോധ പരിണാമത്തെയാണ് നമ്മൾ ഈ സിദ്ധിയായിട്ട് പറയുന്നത്. അതായത് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്ന ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ അവനിൽ വന്നു മൂടിയ ഒട്ടേറെ വ്യാവഹാരിക പ്രശ്നങ്ങളുണ്ട്. ഇവയെല്ലാം അവന്റെ ജീവിതത്തെ അവനിൽ നിന്നും മറച്ചു വെക്കുന്നു. അപ്പോ ബോധപൂർണമായ അവബോധപൂർണമായ ഒരു ജീവിതത്തിലൂടെ അവന്റെ ബോധത്തിന് പരിണാമമുണ്ടായി അവൻ ശുഭകരമായ സുഖകരമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് അവൻ ചെല്ലും. അതിനെയാണ് നമ്മൾ യോഗമെന്നും കൈവല്യമെന്നും ഒക്കെ വിളിക്കുന്നത്. അപ്പൊ ആ അവസ്ഥയിലേക്ക് പോകുവാനുള്ള ഒരവസ്ഥ അവനിൽ ഉണ്ടാകും. ആ സമയത്താണ് സിദ്ധികൾ വെളിപ്പെടുന്നതെന്ന് പറഞ്ഞു. അവിടെയാണ് ഡീപ്പിക്കോളജിയുടെ റെലവൻസ്, ഡീപ്പിക്കോളജി എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അതിനെ കാണാനുള്ള ഒരു അവസ്ഥ വരുന്നത്. നമുക്ക് വർത്തമാനകാലം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്, പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കാൻ പോകുന്ന ഒരു പരിപാടിയുണ്ട് അല്ലെ. ഈ അമ്മയുടെ ഒക്കത്തിരുന്നു കൊണ്ട് കുഞ്ഞ് അമ്മയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയാണ് സത്യത്തില്. നമ്മൾ പ്രകൃതിയുടെ അകത്തിരുന്ന് പ്രകൃതിയുടെ മടിത്തട്ടിൽ പ്രകൃതിയുടെ എല്ലാ പരിലാളനങ്ങളും ഏറ്റുകൊണ്ട് അവൾ നൽകുന്ന സുരക്ഷിതത്വം എല്ലാം ഏറ്റുകൊണ്ട് നമ്മൾ അവളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സത്യത്തിൽ അത് അങ്ങനെ സംഭവിക്കുമോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ സംഭവിക്കില്ല എന്നാണ് നമ്മുടെയൊക്കെ തിരിച്ചറിവ്. പക്ഷെ നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. ആ ഇരിക്കുന്നിടത്ത് നിന്ന് ഈ ഏതമ്മയുടെ ഒക്കത്തിരിക്കുന്നു അതിനെ ഇട്ട് കുത്തുക, അതിന്റെ മുടി പിടിച്ചു വലിക്കുക, അതിന്റെ ചെവി പിടിച്ചു കിള്ളുക, അതിനെ കരഞ്ഞു ബഹളം വെച്ച് ബുദ്ധിമുട്ടിക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. അത് പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരവസ്ഥ. അതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. സത്യത്തിൽ അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? ഇത് നമ്മുടെ ആന്തരിക ബോധഘടനയെ തകർക്കുകയാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചോദിച്ചത്. ഇഷ്ടംപോലെ ഇക്കോളജിക്കൽ ക്രൈസിസ് നമുക്കുണ്ട് അല്ലെ. ഒരുപാട് ക്രൈസിസുകളുണ്ട്. കാലാവസ്ഥ മാറ്റമായിക്കോട്ടെ, സോയിൽ ഇറോഷൻ ആയിക്കോട്ടെ, അതല്ല ഈ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, അങ്ങനെ എണ്ണിയാൽ തുടങ്ങാത്ത ഇക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതുമായിട്ട് ചേർന്ന് പോകുന്ന പ്രകൃതിയുമായിട്ട് ചേർന്ന് പോകുന്നതിന്റെ ഒരു ബാലൻസ് തെറ്റല് നമുക്കുണ്ട്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാം. നമ്മുടെ വ്യക്തിപര ജീവിതം ജീവിക്കുന്ന സമയത്ത് കുടുംബമാണെങ്കിൽ കുടുംബ ഛിദ്രതയിലേക്ക് പോകുന്നു, ശരീരത്തിലേക്ക് നോക്കുന്ന ശരീരവും മനസ്സും വേറെ അവസ്ഥയിലേക്ക് പോകുന്നു. ഇതുപോലെ നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഒരു കാരണമായിട്ട് നമ്മുടെ ഒരു ഫീഡായിട്ട് നമുക്ക് വരുന്നത് കൺസ്യൂമർ കൾച്ചറാണ്. കൺസ്യൂമറിസം എന്ന് പറയുന്നത് എല്ലാം ഉപഭോഗം ചെയ്യുന്ന ഞാൻ പ്രകൃതിയുമായിട്ട് ഒരു ഇന്ററാക്ഷന്റെ പുറത്ത് പ്രകൃതി എനിക്ക് നൽകുന്നത് എന്നതിന് പകരം പ്രകൃതി എന്നുള്ളത് ഒരു ബാങ്ക് ആണെന്ന്, ആ ബാങ്കിൽ നിന്നും നമ്മൾ വേണ്ടതെല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. നമുക്കെല്ലാം തരേണ്ടുന്ന ഒന്നാണ് ഈ ബാങ്കിലുള്ളത്, അല്ലെങ്കിൽ ആ ബാങ്കിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ നമ്മൾ അതിങ്ങനെ എടുക്കുക എന്നുള്ളത് നമ്മുടെ റൈറ്റ് ആണെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഈ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.
അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതി എന്നുള്ളതിൽ നിന്ന് വിച്ഛേദിതമായിട്ട് ഒരു സെപ്പറേഷന്റെ ഒരു മാനസികാവസ്ഥയിലാണ് കടന്നു പോകുന്നത്. സെപ്പറേഷൻ കോൺഫ്ലിക്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുന്നുണ്ട്. സെപ്പറേറ്റഡ് കോൺഷ്യസ്നെസ് ആണ് നമുക്കുള്ളത്. പ്രകൃതിയിൽ നിന്നും വ്യത്യസ്തമായ വിഭിന്നമായ ഞാൻ എന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കോൺഷ്യസ്നെസ്സും നമുക്കുണ്ട്. അപ്പോ ഈ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ ഡിസ്കണക്ഷൻ അവിടെ തുടങ്ങുന്നുണ്ട്. ഞാൻ വേറെ, പ്രകൃതി വേറെ. പ്രാചീന ഗോത്രങ്ങളിലൊക്കെ തന്നെ പ്രകൃതി, ദൈവം തുടങ്ങിയ പദങ്ങളെ ഉണ്ടായിരുന്നില്ലത്രേ. അതിന് കാരണം അവരും പ്രകൃതിയും വേറിട്ട ഒരു അനുഭവം അവർക്കില്ല. അവരത് തന്നെയാണെന്നുള്ളൊരു അവസ്ഥ. ആധുനിക കാലത്ത് നേരെ തിരിച്ചാണ്. നമ്മൾ വേറെ, പ്രകൃതി വേറെ എന്നുള്ള ഉറപ്പാണ്. നമുക്ക് യാതൊരു സംശയമില്ല. നമ്മൾ വിച്ഛേദിതമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഇവന്റെ ഈ ഒരു വേർപെടലിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവൻ സൃഷ്ടിച്ച ആ വേലിക്കെട്ട്, അതായത് ഈഗോ സെൻട്രിക് ആയിട്ടാണ് ജീവിക്കുന്നത്. പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളെല്ലാം പ്രകൃതി കേന്ദ്രിതമായിട്ട് പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത്, അല്ലെ? ഇവിടെ ഈഗോ സെൻട്രിക് ആണ്. ഈഗോ സെൻട്രിസത്തിന്റെ പ്രധാന പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രൊക്യൂർമെന്റ് എന്നുള്ളൊരു പരിപാടി, എല്ലാം വെട്ടിപ്പിടിച്ച് നമ്മുടെ ഒരു താല്പര്യത്തിനും ഒക്കെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയില് ആ ഓണർഷിപ്പ് മെന്റാലിറ്റി എന്ന് പറയുന്നത്, ആ ഓണർഷിപ്പിലാണ് അവൻ ഈ പറയുന്ന ഈഗോസെൻട്രിസം കെട്ടിവെച്ചിട്ടുള്ളത്. അവന്റെ എന്താ പറയാ സുപ്പീരിയോറിറ്റി, അവന്റെ ആധിപത്യ മനോഭാവം, ഞാൻ ഇതിന്റെ അധിപതിയാണ്. ഇപ്പൊ ഞാൻ ഒരു വേലി വളച്ചു കെട്ടി ഒരു വളപ്പന്റെ സ്വന്തമാക്കുന്നു, എന്നിട്ട് അവിടെയുള്ള മരങ്ങള് നിൽക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കുന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പൊ ഇത് പറയുന്ന എനിക്ക് പോലും ഇപ്പൊ ഇക്കോ വില്ലേജിന്റെ ഒക്കെ കാര്യത്തിൽ, അവിടെയുള്ള ചെടികളുടെ കാര്യത്തിൽ എനിക്ക് ഈ ആധിപത്യ മനോഭാവം പുലർത്തേണ്ടി വരുന്നു, അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥ നമുക്കുണ്ട്. അപ്പൊ അവൻ പ്രകൃതിയുടെ മുകളിൽ കൺട്രോൾ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവന്റെ ജീവിതത്തിന്റെ കൃത്രിമമായിട്ടുള്ള പാറ്റേണുകളാണ് അവനെ അതിനകത്തേക്ക് ചെലുത്തുന്നത്. ഞാൻ പറഞ്ഞു, ഇക്കോ വില്ലേജിന്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളൊരു അവസ്ഥയിൽ. അപ്പൊ ഈ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ആ ഓണർഷിപ്പ് മെന്റാലിറ്റി ഉണ്ടല്ലോ, ആ സുപ്പീരിയോറിറ്റിയുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് അവനെ ഈഗോസെൻട്രിസത്തിലേക്ക് കൊണ്ടെത്തിക്കും. അവന്റെ ഈ കൃത്രിമ ജീവിതശൈലി അവനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഈഗോസെൻട്രിസത്തിൽ നിന്നും രക്ഷപ്പെടുക, ഞാൻ എന്നുള്ള ആ ഭീമാകാര അവസ്ഥയിൽ നിന്നും ഞാൻ എന്നുള്ളതിന്റെ അളവ് കുറഞ്ഞ് ഞാൻ ചുറ്റുപാടുമുള്ളതിനെ ഓവർ റൂൾ ചെയ്യുന്ന ആ ഒരു അവസ്ഥ കുറഞ്ഞിട്ട് ഞാൻ ഏറ്റവും ചെറുതാവുക എന്നൊരവസ്ഥയാണ് ഈ ഈഗോ റിഡക്ഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് അനിമ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ച ഓരോന്നിലൂടെ വെറുതെ ഒന്ന് കടന്നു പോകാം. അനിമ എന്ന് പറയുന്നത് ഈ പ്രകൃതി എന്നുള്ള സംവിധാനത്തിൽ നിന്നും നമ്മൾ അതിന് അധിപതിയായി നിൽക്കുന്ന ആ ഈഗോ ഉണ്ടല്ലേ, ഈഗോയെ ചെറുതാക്കി കൊണ്ടുവരിക. നമ്മുടെ അകത്തുനിന്ന് വിനയം എന്നുള്ള അവസ്ഥയുണ്ടല്ലോ, നൈർമല്യം എന്നുള്ളൊരു അവസ്ഥ, അത് കൊണ്ടുവരിക. ഇത് നമ്മളും പ്രകൃതിയും തമ്മിൽ പരസ്പര ബന്ധിതമാണ് എന്ന് പറയുന്ന ആ ഇന്റർ കണക്റ്റഡ്നെസിന്റെ ആ ഒരു ബോധ്യത്തിലേക്ക് വരിക. നമ്മളെ ആത്മം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇക്കോ കോൺഷ്യസ് ആയിട്ടുള്ള, ഇപ്പൊ ഞാനൊരു വീട്ടിൽ താമസിക്കുമ്പോൾ വീടിന്റെ ഒരു ഐഡന്റിറ്റിയുമായിട്ട് പൊരുത്തമാണ്. ഞാൻ അമ്മയുടെ മകനായിരിക്കുമ്പോൾ അമ്മയുമായി ഞാൻ പൊരുത്തമാകണം. അതുപോലെ പ്രകൃതി എന്ന സംവിധാനവുമായിട്ട് പൊരുത്തത്തിലായിരിക്കുന്ന എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇക്കോ കോൺഷ്യസ് ആണെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്ന ഒരു അവസ്ഥ. ഇതിനെയാണ് അനിമ എന്ന് പറയുക. അപ്പോ നമ്മളെ വ്യക്തിഗത വിജയത്തിന് പകരം പാരിസ്ഥിതികമായിട്ടുള്ള സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അനിമ എന്നുള്ളതിന് വല്ലാത്ത പ്രാധാന്യമുണ്ട്. അഷ്ടസിദ്ധി എന്ന് പറഞ്ഞിട്ട് ഇത് ആർക്കോ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ടതല്ല. അത് നമ്മുടെ ജീവിതമായിട്ട് വല്ലാതെ കണക്റ്റഡ് ആണ്. ഇതേപോലെ അടുത്തതാണ് മഹിമ. വിശാലമായ ജീവിത വ്യവസ്ഥയിലേക്ക് നമ്മളെ വികസിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മള് ആ ഏറ്റവും ഞാൻ എന്ന് പറഞ്ഞ ആ സെപ്പറേറ്റ് എൻറ്റിറ്റിക്ക് പകരം എന്റെ ആ വ്യക്തിത്വം എന്ന് പറയുന്നത് പ്രകൃതിയോളം വലുതാകുന്ന, ഞാൻ നിൽക്കുന്ന പരിസരത്തോളം വലുതാകുന്ന ഈ ആവാസ വ്യവസ്ഥ ഉണ്ടല്ലോ, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ, ആ ഇക്കോസിസ്റ്റത്തോളം വികസിക്കുന്ന ഒരവസ്ഥ. നമ്മൾ ഈ കാറിനകത്ത് കയറിയിരിക്കുമ്പോൾ കാറോളം നമ്മുടെ ബോധം വലുതാകുന്നു എന്ന് പറയുന്നത് പോലെ, ഡ്രൈവറുടെ കാര്യം പറഞ്ഞിട്ട് കാറിൽ യാത്ര ചെയ്യുന്നവരുടെ അല്ല, ഡ്രൈവർ കാറിനകത്ത് കയറിയിരിക്കുന്ന സമയത്ത് ഡോർ അടച്ചതോടുകൂടി അയാൾ കാറോളം ബോധത്തെ വലുതാകുന്നത് പോലെ നമ്മൾ ഏത് ഇക്കോസിസ്റ്റത്തിലായിരിക്കുന്നുവോ ആ ഇക്കോസിസ്റ്റത്തിനനുസരിച്ച് നമ്മുടെ ഐഡന്റിറ്റി എക്സ്പാൻഡ് ചെയ്യുന്ന ഒരവസ്ഥ. അവിടെ നമ്മൾ പ്രപഞ്ചം എന്നുള്ള ആ സംവിധാനത്തോട് ബിലോങ് ചെയ്യുകയാണ്.
അപ്പൊ നമ്മള് ഈ പ്രപഞ്ചമായി നമ്മൾ മാറുന്ന സമയത്ത്, കാറായി നമ്മൾ മാറുന്നത് പോലെ പ്രപഞ്ചമായി നമ്മൾ മാറുന്ന സമയത്ത് ആ പ്രപഞ്ചത്തോളം വിപുലപ്പെട്ട ഒരു ഐഡന്റിറ്റി നമുക്കുണ്ടാവും. അപ്പോ ഇത് നമ്മുടെ വ്യക്തിഗതമായ ഒരു അതിരിനും അപ്പുറത്തേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുക. ഈ പ്രകൃതിയിലെ ഓരോ ജീവജാലത്തോടും ബന്ധുത്വം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ചെയ്യുക. എല്ലാം ബന്ധുക്കളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒന്നും വ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെ. ഈ ഹോൾ എന്നുള്ളൊരവസ്ഥയില്ലേ, എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ആ ഹോളിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥ, ഹോൾ സിസ്റ്റം അവയർനെസ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളൊരവസ്ഥ അവിടെ ഉണ്ടാവുന്നു. ഇതിനെയാണ് മഹിമ എന്ന് പറയുന്നത്. അപ്പോ പാരിസ്ഥിതികമായ ഒരു നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ മഹിമ എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ ഉണരണമെങ്കിൽ നമ്മുടെ വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള നമ്മുടെ അവയർനെസ് എന്ന് പറയുന്നത് ഒരു കോസ്മിക് സൈസിലേക്ക് മാറും. നമുക്ക് ആ ബോധം വന്നു കഴിഞ്ഞാൽ മതി, നമ്മുടെ പേഴ്സണൽ ബൗണ്ടറികളെല്ലാം പൊട്ടിപ്പോവും. എല്ലാം ബന്ധുക്കളാകുന്ന, എല്ലാം ഇന്റർ കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ആ ഹോൾ എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, ആ ഹോൾ എന്നുള്ള ആ ബോധമാണ് മഹിമ. അത് നമ്മുടെ ബോധത്തെ ജീവവ്യവസ്ഥയോളം, പ്രപഞ്ചത്തോളം വലുതാക്കുന്ന വ്യവസ്ഥയാണ്. ഇനി അടുത്തത് ലഘിമ എടുത്താലോ, അവിടെ നമ്മൾ അതെങ്ങനെ കണക്ട് ചെയ്യാം? ലഘുവാകണം. പ്രകൃതിയിലുള്ള എല്ലാ വിഭവങ്ങളും ഞാനെടുത്ത് ഉപയോഗിച്ചിട്ട് എന്റെ സൗകര്യത്തിന് ഇങ്ങനെ കൊണ്ടു നടക്കുക, എന്റെ എന്താ പറയുക, പ്രകൃതിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ ഒരു ബാങ്കായിട്ട് കരുതുന്ന പരിപാടി ഉണ്ടല്ലോ. ആ ബാങ്കായിട്ട് നമ്മൾ കരുതുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇൻസ്ട്രുമെന്റൽ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. പ്രകൃതിക്ക് എല്ലാം തരാൻ കഴിവുണ്ട്, പ്രകൃതി നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മൾ അതിനൊന്നും പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യമില്ല, അത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ ഗുണഭോഗം ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് മിനിമലിസം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ മിനിമൽ ആകുന്ന ഒരവസ്ഥ, ഏറ്റവും സിമ്പിൾ ആകുന്ന ഒരവസ്ഥ. സിമ്പിൾ, ഇതിനിടയിൽ കോമഡികളുണ്ട് കേട്ടോ. ഏറ്റവും സിമ്പിൾ ആകലാണ് ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ഖാദി വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ആയി എന്ന് പറഞ്ഞു. ഖാദിയുടെ ഒരു ഡ്രസ്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ 1000 രൂപ ചിലവാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കോമഡികൾ ഇതിനകത്തുണ്ട്. അത് ആധുനിക കൺസ്യൂമറിസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ്. എങ്കിലും ഈ മിനിമലിസം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തെ ലഘുവാക്കും, സിമ്പിൾ ആക്കും. അവിടെ ഉപഭോഗം ശരിക്കും കുറയണം. നമ്മൾ ജീവിതത്തെ ഏറ്റവും ചെറുതായിട്ട്, ഏറ്റവും ലഘുവായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. നമുക്ക് ഞാനൊക്കെ അനുഭവിക്കുന്ന പ്രശ്നം എന്താ പറയുക, പലപ്പോഴും ഈ സംഘജീവിതത്തിന് വേണ്ടിയും ക്യാമ്പുകൾക്ക് വേണ്ടിയൊക്കെ വാങ്ങിച്ചു കൂട്ടിയ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ ഇരിക്കുക. ആധിക്യം എന്നുള്ള സംഭവം, എല്ലാ കാര്യങ്ങളും അധികമാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് അധികമാണ്. ഇത് പഠിപ്പിക്കുന്ന എന്റെ അവസ്ഥയാണ് പറഞ്ഞത് കേട്ടോ. ഇതിൽ നിന്നുള്ള ഒരു മുക്തി ഉണ്ടാവുന്നത് ആ മിനിമലിസത്തിലൂടെ പോകുമ്പോഴാണ്, ലഘിമയിലൂടെ പോകുമ്പോഴാണ്. മനസ്സ് ലഘുവാകണം. ഇതെല്ലാം വേണമെന്ന് നമ്മൾ വിചാരിക്കാതിരിക്കണം. വളരെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിതക്രമം ഉണ്ടെങ്കിൽ ഈ ലഘുത്വം നമ്മിലേക്ക് വരും. വളരെ മിനിമലായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, ഉപഭോഗം കുറച്ചുകൊണ്ട്, എക്സസുകൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതിനെയാണ് ഈ ഡിപ്പിക്കോളജിക്കൽ ആയിട്ടുള്ള ലഘിമ എന്ന് പറയുന്നത്. ഇനിയോ ലഘിമ എന്ന് പറയുന്നതിന്റെ അടുത്തത് ഗരിമ. ഗരിമ എന്ന് പറയുന്നത് എന്താ? പ്രകൃതിയോട് റൂട്ടഡ് ആയിട്ടുള്ള ജീവിതം, ഭൂമിതത്വം കൂടുന്നൊരവസ്ഥ, നമ്മൾ ഭൂമിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരവസ്ഥ. നമ്മുടെ ഇന്നർ സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്യുക. നമുക്ക് അവിടുത്തെ അനക്കുണ്ടാവില്ല. നമ്മൾ ഇപ്പോ ഈ കോഴിമുട്ട ആടാതെ പൊങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ടോയ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. കോഴിമുട്ടയുടെ അകത്ത് മെഴുകുതിരി കുറച്ച് ഉരുക്കി ഒഴിച്ചിട്ട്, കോഴിമുട്ട പൊട്ടിച്ച് അതിന്റെ അകത്ത് കളഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് മെഴുകുതിരി പൊട്ടിച്ച് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെയിറ്റ് അവിടെ നിൽക്കുമല്ലോ. അപ്പോ ഈ മുട്ട അവിടെ കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് അത് ആടാതെ അവിടെ ഇങ്ങനെ നിൽക്കും. കാറ്റുവിട്ടാലും അതൊന്ന് ആടി അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് പോകും. ആ ഇന്നർ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന ഒരവസ്ഥ. നമുക്ക് അങ്ങനെ ഒരു ഇന്നർ സ്റ്റെബിലിറ്റി ഉണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിപ്പോവും അല്ലെ? അതല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള റൂട്ടിനോട് കണക്റ്റഡ് ആയി നിൽക്കുന്നുണ്ട്, ഭൂമിയോട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. വൈകാരികമായിട്ട് നമ്മൾ ഭൗമ അവസ്ഥയിലേക്ക് നിൽക്കുന്നു. ഗ്രൗണ്ട് ടു എർത്ത് എന്ന് പറയില്ലേ? ആ ഗ്രൗണ്ട് ടു എർത്ത് എന്നുള്ള സത്യത്തിൽ എന്താണ്? നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവുന്ന സമയത്ത്, നമ്മുടെ വൈകാരികതകൾ ഉണ്ടാവുമ്പോൾ ഇതിനെല്ലാം ഭൂമി എന്ന ഏകകത്തോട്, നമ്മുടെ പരമ്പരകളോട്, നമ്മുടെ പൈതൃകത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്നർ സ്റ്റെബിലിറ്റി കൂടും. നമ്മുടെ അകത്ത് നമ്മൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ കുടുംബം എന്റെ കൂടെ, എന്റെ പരമ്പര എന്റെ കൂടെയുണ്ട്, എന്റെ വേരുകൾ എന്റെ കൂടെയുണ്ട്. ആ ആഴത്തിലുള്ള ആ വേരുണ്ടല്ലോ, ഡീപ്പ് റൂട്ടഡ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്റെ ഉള്ളിലുണ്ട്.
ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ പിന്നെ എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും മോളിൽ എന്തൊക്കെ കിടന്ന് ആടിയാലും എന്നെ ബാധിക്കില്ല. ഞാൻ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇനി അഥവാ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടായാലും ഇക്കോളജിക്കൽ ആയിട്ടുള്ള റെസിലിയൻസ് എന്റെ ഉള്ളിൽ സംഭവിക്കും. എനിക്ക് പുനഃസ്ഥാപനം സാധ്യമാകും. അപ്പോൾ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ എന്റെ ഉള്ളിൽ സംഭവിക്കുമ്പോഴും ആ പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ പാകത്തിലുള്ള ഇന്നർ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അത് എന്റെ ഈ റൂട്ടഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. എന്റെ പൈതൃകത്തോട്, എന്റെ മണ്ണിനോട്, എന്റെ പ്രദേശത്തോട്, എന്റെ പ്രാദേശിക തലത്തോട് എനിക്കുണ്ടാവുന്ന കണക്ഷനാണ്. അതിനെയാണ് ഗരിമ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഡീപ് ഇക്കോളജിക്കലി ഈ രീതിയിൽ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ 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 ധർമ്മബോധം മെച്ചപ്പെടുകയാണ് ചെയ്യുക. ഇപ്പോ ഗരിമ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ പ്രാപ്തിയുടെ കാര്യം എടുക്കാം. പ്രകൃതിയുടെ താളം ഉണ്ടല്ലോ, പ്രകൃതിയുടെ താളത്തിനോട് ചേർന്ന് പോകുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. ഇപ്പൊ ട്രെയിൻ പോകുന്ന സമയത്ത് ട്രെയിൻ പോയി കഴിഞ്ഞാൽ എന്തിനു പോകുമ്പോഴും 5 മിനിറ്റ് വൈകിയേ പോകുള്ളൂ സ്വഭാവമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയാണ് ആ ട്രെയിൻ കിട്ടുക. പിന്നെ ട്രെയിൻ ഡ്രൈവറുടെ കഴിവ് കൊണ്ട് അതങ്ങനെ വൈകി വന്നിട്ടുണ്ടെങ്കിൽ യാദൃശ്ചികമായിട്ട് കിട്ടിയേക്കാം. അത് യാദൃശ്ചികതയാണ്. ട്രെയിൻ അയാൾക്ക് കിട്ടിയെന്ന് പറയുന്നത് യാദൃശ്ചികമാണ്. സാധാരണ ഇത് അയാൾക്ക് കിട്ടില്ല. കാരണം ഇയാളെ ഡിലേഡ് ആണ്. നമ്മുടെ ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സമയത്തെ അളക്കുന്നത് ഘടികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഞങ്ങളാകട്ടെ സൂര്യചന്ദ്രന്മാരുടെ ചലനത്തെ ആധാരമാക്കി. പിന്നെ എങ്ങനെ നമുക്ക് ഒരേയിടത്ത് ഒരേ സമയത്ത് കണ്ടുമുട്ടാനാകുന്നു? ആവില്ല. അപ്പോ പ്രകൃതിയുടെ റിഥം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അതിനോട് നമ്മൾ അലൈൻഡ് ആയിട്ട് നിൽക്കണം. നമ്മൾ പ്രകൃതിയുടെ രഥത്തോടല്ല, മെക്കാനിക്സിന്റെ രഥത്തോടാണ്, യന്ത്രങ്ങളുടെ രഥത്തോടാണ് അലൈൻഡ് ആയി നിൽക്കുന്നത്. അതിന് തെറ്റൊന്നുമില്ല. അവനവൻ ഇഷ്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് അങ്ങനെ ജീവിക്കാം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ പ്രകൃതിയുടെ രഥത്തോട് ചേർന്ന് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വരുന്ന സംഭവങ്ങളിൽ പ്രാപ്തി അല്ലെങ്കിൽ അതിന്റെ ഒരു അക്കംപ്ലിഷ്മെന്റ് ഉണ്ടാവില്ല. അപ്പോൾ പ്രകൃതിയുടെ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിനോട് എന്റെ ബയോളജിക്കൽ റിഥം എന്നുള്ളത് ചേർത്ത് വെക്കണം. എന്റെ ബയോറിഥത്തെ അതിനോട് ചേർത്ത് വെക്കുന്ന സമയത്ത് മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ഈ പ്രകൃതിയുടെ സമയത്തോട് ചേർത്ത് വെക്കാൻ സംഭവിക്കുള്ളൂ. ഞാൻ എന്റെ സ്വന്തം ക്ലോക്കില് സ്വന്തം ഇഷ്ടത്തിന് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. പ്രകൃതിയുടെ ക്ലോക്ക് പ്രകൃതിയുടെ ക്ലോക്കിന്റെ വഴി പോകുന്നു, എന്റെ ക്ലോക്ക് എന്റെ ക്ലോക്കിന്റെ വഴിയും പോവുകയാണെങ്കിൽ പ്രകൃതിയുടെ അകത്താണ് ഞാൻ കറങ്ങുന്നതെങ്കിൽ പോലും ഇവിടെ ഞാൻ സ്വതന്ത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ സ്വതന്ത്രമാണെന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടി അതുകൊണ്ട് സുഖമാണെന്നുള്ളതല്ല. എന്നിലേക്ക് സന്നിവേശിക്കപ്പെടുന്ന ഊർജമോ ചലനമോ നിർദ്ദേശങ്ങളോ ഒന്നും എനിക്ക് കിട്ടില്ല. കാരണം ഞാൻ സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത്, ഡിസ്കണക്ട് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിത ശൈലി തന്നെ പ്രകൃതിയോട് ചേർത്ത് കൊണ്ടുവരണം, പ്രകൃതിയുടെ സമയത്തിനനുസരിച്ച് കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോ നമ്മൾ ആ പ്രകൃതിയുടെ താളവും നമ്മുടെ താളവും അലൈൻഡ് ആയിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലോ സ്റ്റേറ്റിലേക്ക് വരും. അപ്പോ ജീവിതത്തിലെ കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിച്ചു തുടങ്ങും. അങ്ങനെ കൃത്യമായിട്ട് സംഭവിച്ചു തുടങ്ങും. അങ്ങനെ സംഭവിച്ചു തുടങ്ങുന്നതാണ് പ്രാപ്തി എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളെയും, ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ വല്ലാതെ എന്താ പറയാ പരിശ്രമിച്ച് മാറ്റി മറിച്ച് കൊണ്ടുവരുന്ന സമയത്ത്, അത് പ്രത്യേകിച്ച് നടിയിൽ തുടങ്ങിയതിനു ശേഷമാണ് പ്രകൃതിയുടെ ആ ഘടനയെ തന്നെ മാറ്റിക്കൊണ്ടുവരുന്ന ഒരു സ്വഭാവം നമ്മൾ തുടങ്ങി. നടിയിൽ കൃഷി, അങ്ങനെ ഗ്രാമങ്ങളുണ്ടായി, പിന്നെ നഗരങ്ങളുണ്ടായി. ഇതിലെല്ലാം തന്നെ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തിരിച്ചു വെച്ചിട്ടുള്ളത്. അവിടെ പരിശ്രമം ആവശ്യമായിട്ട് വരുന്നു. കാര്യങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമം ആവശ്യമായിട്ടുണ്ട്. ശരിയായ രീതിയിൽ എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, ആ പ്രവർത്തനത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനത്തിന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സംഭവിക്കും. അവിടെ എഫേർട്ട്ലെസ് ആയിട്ട് കാര്യങ്ങൾ നടക്കും. പ്രകൃതി സ്വാഭാവികമായി നിൽക്കുന്ന കാലത്തോളം നമുക്ക് സ്വാഭാവികമായിട്ട് നിൽക്കാൻ കഴിയും. പ്രകൃതിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്താൻ നമ്മൾ മെനക്കെടുമ്പോൾ പ്രകൃതി അതിന്റെ അലൈൻമെന്റ് ഒക്കെ മാറ്റിയിട്ട് അത് പുതിയ രൂപത്തിൽ പ്രവർത്തിക്കും. അപ്പോൾ കാലാവസ്ഥാ ദുരിതങ്ങൾ ഉണ്ടാവും, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവും. ഈ ദുരന്തങ്ങളിലൂടെ പെട്ട് നമ്മൾ വല്ലാതെ ആയിപ്പോകും. അതല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ നേരെ എതിർപക്ഷത്ത് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളിലും പ്രാപ്തി ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഇതുപോലെ അടുത്തത് പ്രാകാമ്യമാണ്. പ്രാകാമ്യം എന്താ? പ്രാകാമ്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇച്ഛകൾ നടപ്പിലാകുന്ന ഒരവസ്ഥ, അല്ലെ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇച്ഛയെ കുറിച്ചാണ്. എന്താണ് ഇച്ഛ? നമ്മുടെ ഉള്ളിൽ നിന്നും അത് പ്രകൃതിയിലേക്ക് സന്നിവേശിക്കുന്ന അല്ലെ പ്രകൃതിയിലേക്ക് പകർന്നു പോകുന്ന ഒരു വെക്ടർ ബോസോൺ കണമാണ് എന്ന രീതി നമുക്ക് മനസ്സിലാക്കാം. ക്വസ്റ്റോൺ എന്നൊക്കെയാണ് നമ്മൾ അതിനെ വിളിക്കുക. ക്വസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ റിക്വസ്റ്റിനോട് ശരീരം പരിസര ശരീരം എന്ന് വെച്ചാൽ പരിസ്ഥിതി നമ്മളോട് അനുരൂപനത്തിലാകുന്ന ഒരവസ്ഥ. ഈ പരസ്പരാനുരൂപനമാണല്ലോ പ്രകൃതിയുടെ പ്ലാസ്മയിൽ എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്നത്, അല്ലെ? കാരണം ഒറ്റ ശരീരമാണ്.
എന്റെ ശരീരത്തിലെ 2 കോശങ്ങൾ അതിന്റെ ബയോപ്ലാസ്മയിൽ എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ശരീരം ഏക സത്തയായിട്ട് നിൽക്കുന്നത്. അപ്പോ ഒരു സത്തയ്ക്ക് അതിന്റെ അടുത്തുള്ള അതിന്റെ പരിസരത്തുള്ള പ്രദേശത്തേക്ക് അതിന് വേണ്ടതെന്തെന്ന് പ്രസരിപ്പിക്കാൻ കഴിയും. ആ പ്രസരണത്തെയാണ് നമ്മൾ സത്യത്തിൽ ഈ ഡിസയർ എന്ന് പറയുന്നത്. ആ പ്രസരിക്കാൻ അകത്തുണ്ടാകുന്ന ആ റൂട്ടഡ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ അകത്ത് എനിക്ക് ഇപ്പോ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ ഭക്ഷണം എന്നുള്ള ആ ഒരു ആവശ്യകത, ഭക്ഷണം എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ ശരീരത്തിന്റെ ന്യൂട്രിയൻസ് കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടി, എന്റെ ഉള്ളിലെ മെറ്റാബോളിസം കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്, എന്റെ ശരീരത്തിലെ ജീവചൈതന്യം കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി, എന്റെ ശരീരത്തിലെ എന്താ പറയാ ജീവകങ്ങൾ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അതിനാണ് എനിക്ക് ഭക്ഷണം വേണ്ടത്. ആ ഭക്ഷണം വേണം എന്നുള്ള അർത്ഥന എന്റെ ഉള്ളിൽ നിന്നും കലകളിൽ നിന്നും കോശങ്ങളിലേക്കും, കോശങ്ങളിൽ നിന്നും കലകളിലേക്കും, കലകളിൽ നിന്നും അവയവത്തിലേക്കും, അവയവത്തിൽ നിന്നും ശരീരത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിൽ നിന്നും അതിന്റെ പരിസരത്തേക്ക്, ഉപരിവ്യവസ്ഥയായ പരിസരത്തേക്ക് ഞാനത് പ്രസരിപ്പിക്കുന്ന സമയത്താണ് ഭക്ഷണം കഴിക്കാൻ എനിക്ക് തോന്നുന്നത്. അതാണ് വിശപ്പെന്ന രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നത്. ഇത് നൈസർഗികമായി സംഭവിക്കുന്ന ഒരു ഒഴുക്കാണ്. ഇത് നൈസർഗികമായി സംഭവിക്കുമ്പോൾ വിശന്നാൽ ഭക്ഷണം കിട്ടിയിരിക്കും. പ്രൊവൈഡഡ് മെന്റൽ ബ്ലോക്ക് ഉണ്ടാകാൻ പാടില്ല. വിശന്ന ഭക്ഷണം കിട്ടുന്ന അറിഞ്ഞാൽ മതി, ഭക്ഷണം കിട്ടിയിരിക്കും. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു സംശയം തോന്നേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കിട്ടാത്തൊരു മധുവിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ മുകളിലേക്ക് പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ള, അവന്റെ മുകളിലേക്ക് ദാരിദ്ര്യത്തെ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ കടന്നുകയറ്റമുണ്ട്, അധിനിവേശമുണ്ട്. അതോടെ ഇരിക്കട്ടെ. ആ അധിനിവേശത്തെ മാറ്റാതെ അവരിലെ ആ പ്രശ്നം മാറ്റാൻ കഴിയില്ല. നമ്മുടെ കാര്യത്തിൽ, നമ്മൾ ഇത് കേട്ടിരിക്കുന്നവരും പറഞ്ഞിരിക്കുന്നവരുടെയൊക്കെ കാര്യത്തിൽ നിങ്ങളുടെ ഡിസയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടോ അത് സംഭവിക്കുന്നില്ലേ? ഉള്ളിൽ ഉണ്ടാകുന്നതാണ് സംഭവിക്കും. മദ്യപാനികൾക്ക് മദ്യം വേണമെന്ന് തോന്നും, അത് സംഭവിക്കും. അപ്പോ ആ ഡിസയർ എന്നുള്ള സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. നിങ്ങളുടെ ഉള്ളിലെ ധർമ്മത്തെ അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഗോളുകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇതല്ല, നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണം ഉണ്ടാകണം എന്നുള്ള ഗോളാണ് നിങ്ങളുടെ ഉള്ളിൽ, അത് സംഭവിക്കും. പണം ഉണ്ടാകണം എന്നുള്ള ഗോളാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ ഈ പറഞ്ഞ ഈ വിശപ്പിന്റെ ഒരു രസതന്ത്രം അല്ലെങ്കിൽ ജീവതന്ത്രം ഉണ്ടല്ലോ, ഈ ജീവതന്ത്രം അനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശപ്പിന്റെ ചോദന ഉണ്ടായാൽ സംഭവിക്കുന്നത് പോലെ, മദ്യത്തിന്റെ ചോദന ഉണ്ടായാൽ സംഭവിക്കുന്ന പോലെ, നിങ്ങളുടെ ഉള്ളിൽ എന്താഗ്രഹം ഉണ്ടാകുമ്പോഴും അത് സംഭവിക്കും. ധർമ്മം ആണ് ഉണ്ടാകുന്നതെങ്കിൽ ധർമ്മത്തിനനുസരിച്ച് സംഭവിക്കും. അധർമ്മമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതെങ്കിൽ അധർമ്മത്തിന് സംഭവിക്കും. അപ്പോ ഇവിടെ ഈ ആർട്ടിഫിഷ്യൽ സമൂഹം, അതായത് ഈ കൺസ്യൂമറിസ്റ്റിക് സമൂഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയ വാണ്ടുകൾ ഉണ്ടല്ലോ, മറ്റേ ഡ്രസ്സ് വേണം, പിന്നെ കഴുത്ത കല്യാണത്തിന് വേണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് വരും, നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് വരും. വരുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹം യഥാർത്ഥത്തിൽ ധാർമ്മികമാണ്. നിങ്ങളൊരു കല്യാണത്തിന് പോകുന്ന സമയത്ത് പുതിയ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഓൾറെഡി 25 ഉണ്ട്. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ പോലെ, സന്തോഷം എന്റെ കയ്യിൽ ആകെ 38 സാരിയേ ഉള്ളൂ, ഞാൻ എങ്ങനെ കല്യാണത്തിന് പോകുമെന്ന് ചോദിച്ചു. 38 എന്ന് പറയുന്നത് ഈ സാരിയൊക്കെ ഉടുത്തു തുടങ്ങിയ കാലത്ത് 38 സാരിയുടെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പിന്നീടാണ് അറിഞ്ഞത് പലർക്കും ഒരുപാട് സാരി ഉണ്ടെന്ന്. എന്തിനാണ് ഇത്രയും സാരികൾ? എന്തിനാണ് ഇത്രയും വസ്ത്രങ്ങൾ? നമ്മുടെ കൺസ്യൂമറിസം നമ്മുടെ ഉള്ളിലേക്ക് ബോധിപ്പിച്ചതാണ്. അതായത് കല്യാണത്തിന് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ചടങ്ങിന് പോകണമെങ്കിൽ നമുക്ക് പുതുവസ്ത്രം വേണം. പുതുവസ്ത്രത്തിൽ ഞാൻ എന്റെ വ്യക്തിപ്രഭാവത്തെ വിടർത്തി വെക്കുന്നു എന്നുള്ളൊരു തോന്നലാണ്. ഈ തോന്നൽ ഉള്ളിലുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിനനുസരിച്ചുള്ള ഇൻവിറ്റേഷൻ ആയിരിക്കും, അകത്തേക്കുള്ള വരവാണ് ഉണ്ടാവുക. അപ്പോ നമുക്ക് ഈ കൺസ്യൂമറിസം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തരുന്ന വാണ്ടുകളെ കുറയ്ക്കാൻ പറ്റണം. കോൺഷ്യസ് ആയിട്ട് ഇന്റന്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് യഥാർത്ഥത്തിലുള്ളതാണോ? വിശക്കുന്നു, ബിരിയാണി തന്നെ തിന്നണം എന്നുണ്ടോ? എനിക്ക് എന്റെ വിശപ്പ് മാറിയാൽ പോരെ? വസ്ത്രം ഞാൻ ഇപ്പൊ പുതിയത് എടുക്കേണ്ടതുണ്ടോ എന്ന രീതിയിലുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഇന്റൻഷൻ നമുക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് സംഭവിക്കുക. ഡീപിക്കോളജിക്കലി നിങ്ങൾ അലൈൻഡ് ആവുകയാണെങ്കിൽ പ്രാഗാമ്യം എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ ഇച്ഛകൾ എന്നുള്ളത് കോൺഷ്യസ് ആയിരിക്കും. മനസ്സിലാക്കുക, നിങ്ങളെ സിദ്ധിയിലേക്ക് കടക്കുന്ന സമയത്ത്, നിങ്ങളെ ശരീരത്തെ ഒരുവിധം ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഈ പ്രാഗാമ്യം കൃത്യമായിട്ട് സംഭവിക്കും. അത് നിരന്തരം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ സംഭവിക്കുന്നതിനകത്ത് നിങ്ങളുടെ ആ ഇന്റൻഷൻ എന്നുള്ളത് പ്യുവർ ആവണം, അല്ലെ? ശുദ്ധിയുള്ളതാണ്, ധാർമ്മികമാണ്. അതിന്
അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഒരു 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 വിചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ഇക്കോളജിക്കൽ ക്രൈസിസിന്റെ മുകളിൽ ഈശിത്വം എന്നുള്ള അവസ്ഥയ്ക്കുള്ള ബന്ധം. നമ്മുടെ ആ ഈശിത്വം എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയുടെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടില്ലേ? കാരണം പ്രകൃതി ഒന്നും മിണ്ടാതെ കിടക്കുകയാണല്ലോ. അടുത്തിരിക്കുന്നവനടുത്ത് ആധിപത്യം സ്ഥാപിക്കാൻ പോയാൽ അവൻ നമ്മുടെ തന്തയ്ക്ക് വിളിക്കും. പക്ഷെ ഇക്കോളജിയോട്, നമ്മൾ അകത്ത് നിൽക്കുന്ന ചെടിയോട്, ഒരു സൂക്ഷ്മജീവിയോട് നമ്മൾ ആധിപത്യം കാണിച്ചാൽ, അല്പം ചുടുവെള്ളം എടുത്തിട്ട് നമ്മൾ മണ്ണിൽ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ചോദ്യം ചെയ്യില്ല, ആരും ഒന്നും പറയില്ല. ഒളിമ്പസിൽ വരുമ്പോൾ മാത്രമേ നിങ്ങൾ ഇലയെ പിടിച്ചാലോ മണ്ണിലേക്ക് വെള്ളം ഒഴിക്കാൻ പോകുമ്പോഴൊക്കെ ഈ കൺട്രോൾ ഉണ്ടാവുള്ളൂ. മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു കൺട്രോൾ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളോട് ആധിപത്യം കാണിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ ആരും ചോദിക്കില്ല, ആരും അതിനെക്കുറിച്ചൊന്നും മിണ്ടൂല. നമ്മൾ ഈ ആധിപത്യം സ്ഥാപിക്കുന്നത് സത്യത്തിൽ എവിടെ നിന്നാണ്? ഞാനിതിന്റെ ആണെന്നുള്ള ഒരു മാനസിക ചിത്രീകരണമുണ്ട്. അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അടിസ്ഥാനപരമായിട്ട്. അത് സെൻട്രസിൽ നിന്നും ഇക്കോ സെൻട്രസത്തിലേക്ക് പോകണം. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലുള്ള ആധിപത്യം കുറയുമേ. ഏത് തരത്തിലുള്ള ആധിപത്യം? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒളിമ്പസിനകത്ത് വരികയാണെങ്കിൽ ഇവിടുത്തെ ഒരു ചെടിയുടെ മുകളിലേക്ക് നിങ്ങളുടെ കൈ നീളുന്ന സമയത്ത് അതിന്റെ ഒപ്പം എന്റെ കൈ നീളും. ഈ പെരുന്തച്ഛന്റെ മറ്റേ പെരുന്തച്ഛൻ ഒരു പാലത്തിൽ ഒരു പാവയെ ഫിറ്റ് ചെയ്തല്ലോ, അതിലെ കൂടെ കയറി വരുന്നവരുടെ മുഖത്തേക്ക് അതിങ്ങനെ തുപ്പും. അപ്പൊ മകൻ വേറൊരു പാവ ഉണ്ടാക്കി, ആ തുപ്പുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു അടി കൊടുക്കും. വേറൊരു പാവ അവിടെ വന്നിട്ട് അടി കൊടുക്കും, തിരിച്ചു വയ്ക്കും. ഇതുപോലെ നിങ്ങളുടെ കൈ ചെടികളുടെ നേരെ നീളുന്ന സമയത്ത് എന്റെ കൈ നിങ്ങളുടെ കൈയുടെ നേരെ നീണ്ട് അതിനെ മാറ്റിയെടുക്കും. ഇതുപോലെയുള്ള ആധിപത്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതായത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ചുറ്റുപാടുമുള്ള സംവിധാനത്തോടുള്ള ഇക്കോളജിയോടുള്ള റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഇന്നർ ഇക്കോളജിയോട് എക്സ്റ്റേണൽ ഇക്കോളജിയോടുള്ള ആ റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ആധിപത്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അവിടെ നമ്മുടെ ഇമ്പൾസസിനെ, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ എനിക്കിപ്പോ വേണം, ഞാൻ അത് ചെയ്യണം എന്ന് പറയുന്ന ആ ഇമ്പൾസ് ഉണ്ടല്ലോ, ആ ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമ്മുടെ പാറ്റേണാണ്. ഞാൻ ഇങ്ങനെയാണ്, ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ വഴി കൂടെ പോകുന്ന സമയത്ത് എനിക്ക് ഒരു ആവശ്യമില്ലെങ്കിൽ ചെടി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് വലിച്ചിട്ട് ഞാൻ പോകും, അതിന്റെ ഇല പറിച്ച് നുള്ളിയിട്ട് താഴെയിട്ട് പോകും എന്നുള്ള അവയർനെസ് നമുക്ക് ഉണ്ടാവണം. നമ്മൾ എന്ത് കാര്യങ്ങൾ എടുക്കുന്ന സമയത്തും നമ്മൾ കോൺഷ്യസ് ചോയ്സുകൾ ഉണ്ടാവണം. നമ്മൾ ഇപ്പോ ഈ കൊവിലയിലുള്ള ഒരു എന്റെ മനസ്സിൽ ഇപ്പൊ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം പറയാം. ഓരോ തവണ അവിടെ മോല മേയുമ്പോഴും മുള വെട്ടുന്നുണ്ട്, കവുങ്ങ് വെട്ടുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അപ്പൊ ശരി, അതൊക്കെ ഉണങ്ങിയതും അതിന്റെ പ്രായം കഴിഞ്ഞതുമാണെന്ന് വിചാരിക്കാം. ഇപ്പോ ആ ഓല കെട്ടിവെക്കാനായിട്ട് പച്ചില തന്നെ വേണമെന്നത്ര മനുഷ്യന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പൊ നമ്മുടെ ആധിപത്യം ആ രൂപത്തിൽ ആയിത്തീരുന്ന സമയത്ത് നമ്മൾ അതിനെ വല്ലാതെ യൂസ് ചെയ്ത് പോകുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ നമ്മുടെ ഉള്ളിലെ ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ വരെ റിഡക്ഷൻ കൊണ്ടുവരാൻ പറ്റും, റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും ചുരുക്കിയത് ഗ്രീഡ് ഒഴിവാക്കാൻ പറ്റും. ഞാൻ വേണമെന്ന് കരുതുന്നതോറും ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറിപ്പോകാൻ പറ്റും. അവസാനം നമ്മൾ ഈ വശിത്വം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകും. വശിത്വം എന്നുള്ളത് എന്താണ്? നമ്മൾ മറ്റുള്ളവരെ വശീകരിക്കുന്ന ഒരവസ്ഥ അല്ലെ. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന അവസ്ഥ. ആ സ്വാധീനത്തില് നമുക്ക് കമാൻഡ് ചെയ്ത് മാറ്റാം. ഇപ്പൊ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ ആളുകൾ എഴുന്നേറ്റ് പോകും. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകളെ പേടിച്ചു പോകും അല്ലെ. വല്ലാത്ത സ്വാധീനമാണ്. അതേസമയം നമ്മൾ സ്നേഹത്തോടെയാണ് ഇടപെടുന്നെങ്കിലോ, ലവ് സെൻട്രിക് ആണെങ്കിലും സ്നേഹകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആക്ഷനാണ് നമ്മുടെ ഉണ്ടാവണമെങ്കിലും, നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ ചുറ്റുപാടുമുള്ളതിനൊക്കെ ഇഴചേർത്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണെങ്കിലും അത് വശിത്തമാണ്. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കുള്ള ആ ഒരു രീതി ഇപ്പോഴത്തെ അവസ്ഥയിലാണ് പറഞ്ഞിട്ടോ, നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമായിട്ടൊരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മളതിന് ഒരു ബലം കൊടുത്തിട്ട് ഇങ്ങനെ മുറുക്കുന്നതിന് പകരം ഫോഴ്സ് ഇല്ലാതെ ഇൻസ്പയർ ചെയ്യുന്ന ഒരവസ്ഥ. നമ്മൾ ബലം കൊടുക്കുന്നില്ല, പക്ഷെ പ്രചോദിപ്പിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയാണ് നമ്മൾ പ്രകൃതിയിൽ ഇടപെടുന്നത്. പ്രകൃതിയിൽ എന്തെങ്കിലും കാര്യങ്ങളെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് നേടുന്നതിന് പകരം, അതായത് ഫോഴ്സ്ഡ് റിസൾട്ട് ഉണ്ടാക്കുന്നതിന് പകരം വാക്യൂംഡ് റിസൾട്ട് ഉണ്ടാക്കുക. അതായത് പ്രകൃതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്ത് മുൻപോട്ട് പോവുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രകൃതി നിങ്ങൾക്ക് തന്നുകൊള്ളും.
ഈ രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിനാണ് കോൺഷ്യസ് ലീഡർഷിപ്പ് എന്ന് പറയാം. ഓർഗാനിക് ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥ. അല്ലാതെ നമ്മൾ അതിനകത്ത് കയറി ഇടപെടുന്ന സമയത്ത് അത് ഷാലോ ഇക്കോളജി പറയുന്ന ഇൻസ്ട്രുമെന്റൽ വാല്യൂ അനുസരിച്ചുള്ള ഇക്കോളജിയുടെ ഒരു യൂസ് ആണെങ്കിൽ, ഈ വശിത്വം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മുടെ അകത്ത് ഉണ്ടാവുന്ന ബോധ്യം, ആ ബോധ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ കാര്യങ്ങൾ ഓർഗാനിക് ആയിട്ട് സംഭവിക്കും. ആ ഇൻസ്ട്രുമെന്റൽ വാല്യൂവിൽ കാണുന്ന ആ ചൂഷണം എന്നുള്ള പരിപാടിക്ക് പകരം പ്രകൃതി ഈ കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുത്തരും. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഒഴിവാക്കലാണ് ഒരു ലീഡർ നടപ്പിലാക്കേണ്ടത്. ഒരു രാജ്യാധിപന് നടപ്പിലാക്കേണ്ടത് ആ രൂപത്തിലാണ്. രാജ്യാധിപൻ അങ്ങനെ നടപ്പിലാക്കുന്ന സമയത്ത് പ്രജയ്ക്കും ഈ ധർമ്മം വരുന്നുണ്ട്. പ്രത്യേകിച്ചും ജനാധിപത്യ ലോകമാണല്ലോ. ഭരണകർത്താവ് എന്ത് വിചാരിക്കുന്നു അതുപോലെ തന്നെയുള്ള റെസ്പോൺസിബിലിറ്റി ഇവിടെ പ്രജയ്ക്കുമുണ്ട്, ജനത്തിനുമുണ്ട്. അപ്പോ നിങ്ങൾ ഓരോരുത്തരും ഈ രൂപത്തിൽ നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ റെസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ മനുഷ്യ പരിണാമത്തിന്റെ ഇക്കോളജിക്കൽ മാപ്പായിട്ട് മനസ്സിലാക്കുക. നമ്മള് ഇപ്പോൾ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആധുനിക ലോകത്ത് നിൽക്കുന്ന കൺസ്യൂമറിസത്തിന്റെ അകത്ത് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ നിന്നും തിരിച്ച് ശുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ശരിയിലേക്കുള്ള ഒരു ബോധപരിണാമത്തിന്റെ ഒരു അവസ്ഥയിലേക്കുള്ള ഒരു ഇക്കോളജിക്കൽ മാപ്പാണെന്ന് മനസ്സിലാക്കുക. ഈ അഷ്ടസിദ്ധികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ കാലങ്ങളുണ്ടല്ലോ, 50,000 വർഷങ്ങൾക്ക് മുമ്പ്. അന്നും കൺസ്യൂമറിസത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അവിടെ വ്യവഹാര കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇഷ്ടസിദ്ധികളെ കുറിച്ചൊക്കെ പറയേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോ ആധുനിക കാലത്ത് അതിന്റെ റെലവൻസ് വളരെ കൂടുതലാണ്. അപ്പോ മനുഷ്യന്റെ ബോധത്തിന് സ്വാഭാവിക അവസ്ഥയിലേക്ക്, കേവലാവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു തിരിച്ചുവരവ് എന്ന റോഡ് മാപ്പാണ് ഡീപ് ഇക്കോളജിക്കലായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നത്. അതായത് ഈഗോയിൽ നിന്നും ഇക്കോളജിയിലേക്ക് മാറും. ഞാൻ എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് ഞാൻ പ്രകൃതിയാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക്, പ്രകൃതി കേന്ദ്രിതമാണ് കാര്യങ്ങൾ എന്നുള്ളൊരവസ്ഥയിലേക്ക്, ഞാൻ എല്ലാത്തിനും വിച്ഛേദിതനാണെന്ന് പറയുന്നതിന് പകരം എല്ലാവട്ടും ഇഴചേർന്നാണ് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ഞാൻ എല്ലാത്തിനെയും എന്താ പറയാ ഉപഭോഗം ചെയ്യുന്നു എന്നുള്ളൊരു അവസ്ഥയ്ക്ക് പകരം ഞാൻ ഏറ്റവും സിമ്പിൾ ആകുന്ന ഒരു അവസ്ഥയിലേക്ക്, ഞാൻ ഒരു അക്രമത്തിലായിരിക്കുന്നു എന്നൊരവസ്ഥയ്ക്ക് പകരം ഞാൻ എല്ലാമായിട്ട് ഇഴചേർന്നിരിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക്, ഞാൻ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നുള്ളൊരവസ്ഥയ്ക്ക് പകരം ഞാൻ എല്ലാവയ്ക്കൊപ്പം ആ ഹാർമണിയിലായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്. ഇതാണ് സത്യത്തിൽ അഷ്ടസിദ്ധി എന്നുള്ളത് കൊണ്ട് അഷ്ടസിദ്ധി നേടുന്ന സമയത്ത് നമ്മൾ ഉണ്ടാകേണ്ടത്. ഇതാണ് ഇതിന്റെ ഡീപ്പ് ഇക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. ഇന്ന് ആധുനിക ലോകത്ത് ഇപ്പോ വാറിന്റെ ഒരു ക്രൈസിസിന്റെ സമയത്ത് എല്ലാ എന്താ പറയാ ഡിമോണിറ്റൈസേഷന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ആ പുതിയൊരു അവസ്ഥയിലേക്കുള്ള പുതിയൊരു ജ്ഞാനത്തിലേക്കുള്ള പുതിയൊരു ശേഷിയിലേക്കുള്ള ഒരു പരിവർത്തനം ആവശ്യമാണ്. അവിടെ ആ ഒരു പുതിയ ബോധത്തിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അത് ഇക്കോളജിക്കൽ അവയർനെസ് ആണ്, ശരിയായ രീതിയിലുള്ള പ്രകൃതി ബോധമാണ്. ഞാൻ പ്രകൃതിയാണെന്നും ഞാൻ പ്രകൃതിയിൽ നിന്നും വേറിട്ടൊന്നല്ലെന്നും ഞാൻ പ്രകൃതിയായിട്ട് ഇന്റർകണക്റ്റഡ് ആണെന്നും പ്രകൃതിയുടെ ചലനങ്ങൾക്കനുസരിച്ച് പ്രകൃതിയുടെ സമയ സ്ഥലകാല രൂപ ഭാവങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടുള്ള ഒരു സത്ത മാത്രമാണ് ഞാനെന്നും എനിക്ക് തന്നിട്ടുള്ള ആ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എന്റെ ധിഷണ എന്ന് പറയുന്നത് പ്രാദേശികമായി ഈ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള എന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ള എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ശേഷിയാണെന്നും അത് അധികാരമല്ലെന്നും തിരിച്ചറിയുന്ന ഒരവസ്ഥ. അവിടെയാണ് നമുക്ക് സുസ്ഥിരത എന്നുള്ള അവസ്ഥ ഉണ്ടാവുക. അത് നമ്മുടെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പരിവർത്തനം ഉണ്ടാവണം, ഒരു യഥാർത്ഥ പരിവർത്തനം ഉണ്ടാവും. ആ പരിവർത്തനത്തിലൂടെ നമ്മൾ പ്രകൃതിയുമായിട്ട് കണക്ട് ആവും, നമുക്കപ്പോഴാണ് നിലനിൽക്കാൻ കഴിയും. അപ്പോ ഇവിടെ അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നത് പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ അത് ഇക്കോളജിക്കലായിട്ടുള്ള ഡീപ്പ് ഇക്കോളജിക്കലായിട്ടുള്ള ഒരു ഹ്യൂമൻ എവല്യൂഷന്റെ ഒരു അവസ്ഥയാണ്. ഈഗോയിൽ നിന്നും ഇക്കോളജിക്കൽ കോൺഷ്യസ്നെസ്സിലേക്കുള്ള ഒരു പരിവർത്തനമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ ഡീപ്പ് ഇക്കോളജിക്കലി ഈ അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നതും അഷ്ടസിദ്ധികളിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള വഴികളും അത് നമുക്ക് നൽകുന്ന ഫാക്കൽറ്റികളും എല്ലാം തന്നെ ആ ഡീപ്പ് ഇക്കോളജിക്കൽ എക്സിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നത് ബോധ്യപ്പെടുക. ഈ ബോധ്യത്തിലായിരുന്നു കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ശുഭകരമായ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് അതിലായിരിക്കാൻ ഞാൻ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അഷ്ടസിദ്ധികൾ എന്നുള്ള പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.